തൃപ്പൂണിത്തുറ അമ്പലത്തിലെ വൃശ്ചികോത്സവം കൂടാൻ പോയ വ്ളോഗാണ് കേട്ടോ ഇത്. ഞാനുണ്ടായി, മമ്മ ഉണ്ടായി. മമ്മ ആരാണ്, എന്താണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അമ്മ ഉണ്ടായി, അച്ഛൻ ഉണ്ടായി, അങ്കിൾ ഉണ്ടായി, പിന്നെ വല്യമ്മ ഉണ്ടായി. ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടാണ് ഉത്സവം കൂടാൻ പോയത്. എൻ്റെ മമ്മ ഒരു വലിയ കഥകളി പ്രിയ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് കഥകളി നടക്കുന്നിടത്തേക്കാണ്. അണിയറയിൽ പോയിട്ട് അവർ ഒരുങ്ങുന്നതൊക്കെ കണ്ടു. അതുമാത്രമല്ല, പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ കോട്ടയ്ക്കൽ മധു എൻ്റെ മമ്മയുടെ വലിയ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തു. കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അന്ന് അവരവിടെ കളിച്ചത് ദക്ഷയാഗമായിരുന്നു. പിന്നെന്താ, ഉത്സവമായതുകൊണ്ട് തന്നെ അവിടെ ആന ഉണ്ടായിരുന്നു. എനിക്ക് ആനകളെ കാണാൻ വലിയ ഇഷ്ടമാണ്. അന്ന് അവിടെ എത്ര ആന ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയില്ല. ബട്ട് സ്റ്റിൽ ഉത്സവമായതുകൊണ്ട് ഒരുപാട് ആനകളുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ആന എൻ്റെ അടുത്തിൽ കൂടെ ഇത്ര അടുത്തിൽ കൂടെ പോകുന്നത്. ഐ വാസ് വെരി എക്സൈറ്റഡ് ആക്ച്വലി. എനിക്ക് ഒറ്റക്കായിരുന്നില്ല ഞാൻ നിന്നത് ആന വന്നപ്പോഴേക്കും. എൻ്റെ കൂടെ അച്ഛൻ ഉണ്ടായി, അങ്കിൾ ഉണ്ടായി. അവർ നിന്ന ഒരു ധൈര്യത്തിൽ ഞാനും നെഞ്ചു വിരിച്ച് അവരുടെ കൂടെ നിന്നു. ഓൾമോസ്റ്റ് 2 മണി 3 മണി ആവാറായപ്പോഴാണ് അവിടെ അത്ര തിരക്ക് ഉള്ളത്. അപ്പൊ അത്രയും നേരം നിന്ന് മേള ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങള് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു കരിക്ക് ഷേക്ക് കുടിച്ചു. പിന്നെ ഒരു മുളക് ബജിയും കഴിച്ചു. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് നിറഞ്ഞു. ഇനി നേരെ പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായി. അങ്ങനെ നല്ലൊരു ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗൈസ്, നമ്മുടെ ഉത്സവമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. രാഗമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് നമ്മനെ വീട്ടിലുണ്ട്. ഞങ്ങളിവിടെ പുറകിലിരിക്കുന്നുണ്ട്. Father number 1, father number 2 is there. And we're going, guys. Bye, guys. Bye, bye, bye.